പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെയേറെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. കാരണം 2 ദിവസം മുമ്പ് കോഴിക്കോടുള്ള നമ്മളെ ഒരു പ്രിയ സഹോദരൻ ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യം എന്തെന്നുള്ളത് നമ്മൾ ഓരോരുത്തരൊന്ന് വിലയിരുത്തണം. അദ്ദേഹത്തിന് ജോലിയായിട്ട് ബന്ധപ്പെട്ട് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇന്ന് സമൂഹ മാധ്യമങ്ങൾ വഴി വരുമാനം കിട്ടാനും റീച്ച് കിട്ടാനും വേണ്ടി ഓരോരോ തന്തയില്ലായ്മ കാണിക്കുമ്പോൾ ജീവൻ ഹോമിക്കേണ്ടി വരുന്നത് നിരപരാധികൾക്കാണ്. അത് നമ്മൾ തീർച്ചയായും തിരിച്ചറിയണം. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ, പക്ഷേ നിരപരാധികൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടരുത്. ഇന്ന് സമൂഹ മാധ്യമങ്ങൾ എത്രത്തോളം വളർന്നു, എത്രത്തോളം ജനങ്ങളിലേക്ക് അത് എത്തുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ തീരാവേദന, ആ സഹോദരൻ നഷ്ടപ്പെട്ടു. ഇനിയും ഇതേപോലെ സഹോദരങ്ങൾ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതിന് മാറ്റം വരികയാണ് നമുക്ക് ചെയ്യേണ്ടത്. നമ്മൾ സാധാരണ പറയാറ് ഈ കഴിഞ്ഞത് അവസാനത്തേതാവട്ടെ, ഇനി ആവർത്തിക്കാതിരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ചർച്ചകളും മാറി നിൽക്കും. പുതിയത് ഇനിയും വരും. അത് വരാതെ നോക്കേണ്ടത് ഇവിടുത്തെ അധികാരികളുടെ, അത് നിയമവ്യവസ്ഥയുടെ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം സ്ത്രീകൾക്കെന്ന പോലെ പുരുഷന്മാർക്കും ഇവിടെ അവകാശങ്ങളുണ്ട്. അത് സംരക്ഷിക്കപ്പെടണം. അതിനുവേണ്ടി നിയമപരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ നിയമപാലകർ, അതായത് ഇവിടുത്തെ ഗവൺമെൻറ് സംവിധാനം ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത് വല്ലാത്തൊരു തീരാവേദനയായി നമ്മുടെ മനസ്സിൽ നിൽക്കുന്നൊരു സംഭവമാണ്. കാരണം നിരവധിയായ ഒരു ചെറുപ്പക്കാരൻ അവൻ്റെതല്ലാത്ത കാരണത്താൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നൊരവസ്ഥ, അത് എത്രത്തോളം പറഞ്ഞാലും മതിയാവില്ല. അദ്ദേഹം അനുഭവിച്ച ആ സങ്കടം, ആ വിഷമം, ആ ദുഃഖം, എങ്ങനെയൊക്കെ എത്രത്തോളം അദ്ദേഹം വേദന അനുഭവിച്ചു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എങ്കിൽ കൂടി അദ്ദേഹത്തിന് ഇത് സഹിക്കാൻ പറ്റിയില്ല. അദ്ദേഹം മറ്റുള്ള ആൾക്കാർ ഷെയർ ചെയ്തിട്ട് പോലും അദ്ദേഹത്തിന് ഒത്തിരി കൂട്ടുകാരുണ്ട്. അവരുടെ അടുത്തൊക്കെ ഈ കാര്യങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്തു എന്നാണ് തോന്നുന്നത്. പക്ഷെ അവരൊക്കെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നു. പക്ഷേ എന്തോ അറിയില്ല, നമ്മളെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച ഈ ഒരു വ്യാജ വാർത്തയ്ക്ക് അദ്ദേഹം ഇരയായി. അദ്ദേഹം കാണിച്ചത് വല്ലാത്തൊരു ലോക മനസാക്ഷിയെ തന്നെ, കേരള ജനതയെ തന്നെ അത്യധികം നാണിപ്പിക്കുന്ന രീതിയിൽ, ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമായി പോയി. കാരണം ഇനിയും ചെറുപ്പക്കാർക്ക് ഇങ്ങനെയുള്ളൊരു ഇത് തോന്നാതിരിക്കട്ടെ. കാരണം പുരുഷന്മാരെല്ലാ ആൾക്കാരും നല്ലവരാന്നുള്ള അഭിപ്രായം നമുക്ക് ഓരോരുത്തർക്കും ഇല്ല. പക്ഷേ നല്ലവരായ ആൾക്കാരുണ്ട്. അവരെ നമുക്കെന്ത് വേണം? രക്ഷപ്പെടുത്തണം. അവരെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചു പോവാതെ, അതായത് ആത്മഹത്യാൻ്റെ വക്കിലേക്ക് എത്തിക്കാതെ അവരെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇനിയെങ്കിലും നമ്മളെ ഭരണ സംവിധാനം ഉണരണം. ഉണർന്ന് തെറ്റുകൾ പിടിച്ചു കഴിഞ്ഞാൽ അതിന് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാവണം. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? കുറച്ച് ദിവസം ഇത് ചർച്ച ചെയ്യപ്പെടും, അതിനുശേഷം ഇത് ഒഴിവാക്കും. അപ്പോൾ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ കുറച്ച് ദിവസം അത് ചർച്ച ചെയ്യും, അത് നിർത്തും. ഈ ഒരു സംവിധാനമാണ് ഇവിടെ നിലവിലുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കുക. ഇനിയും ഈ ഒരു ആവർത്തനം ഉണ്ടാവാതിരിക്കാൻ എല്ലാ മാന്യ സുഹൃത്തുക്കളും ഇതിനുവേണ്ടി അങ്ങേയറ്റം എന്തൊക്കെ നിങ്ങളെ രീതിയിൽ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ വേണ്ട രീതിയിൽ പ്രതികരിച്ചിട്ട് ഇതിനൊരു മാറ്റം വരുന്നതുവരെ പ്രതികരിച്ചുകൊണ്ട് നമ്മളിരിക്കുക. ഇനിയും ഇങ്ങനെയുള്ള ആത്മഹത്യകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ബസ്സിൽ യാത്ര എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരം പിടിച്ചൊരു സംഭവമാണ്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ വേദന, അതായത് ആത്മഹത്യ ചെയ്തതിൽ വളരെ ദുഃഖം അനുഭവിക്കുന്ന കേരള ജനത ഇവിടെയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തു വേണം? നിങ്ങളിൽ കഴിയുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ലോക ജനതയ്ക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ, തുറന്ന ചർച്ചയായിട്ട് വരിക. ഇതിന് പരിഹാരം എത്തുന്നത് വരെ നമ്മളിത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം. ഇനി അവസാനത്തേതാണെന്ന് കരുതി മാറി നിൽക്കരുത്.
ഇനിയും ഇതേപോലെ പലതും നമുക്കിവിടെ സംഭവിക്കാനുണ്ട്. അതിന് ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ഇതിനു വേണ്ടുന്ന തയ്യാറെടുപ്പ്, അതായത് ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഉള്ള തയ്യാറെടുപ്പുകൾ എല്ലാവരും നടത്തുക. അപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഞാനടക്കം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ അകലം പാലിക്കുക. കാരണം തിരക്കുള്ള ബസ്സിൽ കയറുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം, നമ്മൾ ചൂഷണം ചെയ്യപ്പെടാൻ നമ്മൾ ഒരിക്കലും നിന്ന് കൊടുക്കരുത്. അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. ഇന്ന് ആ ലേഡി, ആ സ്ത്രീ ചെയ്തത് എത്രത്തോളം മനസാക്ഷി ഉണ്ടെങ്കിൽ അവരൊന്നും മനസ്സിലാക്കട്ടെ. അവർ ചെയ്ത ഈ ദുഷ്പ്രവർത്തിക്ക് ഒരു സഹോദരൻ, നിരപരാധിയായ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. ഇത് അതായത് ഇത് വൈറലാക്കിയ അവർ ചിന്തിക്കാനുള്ളൊരു മനസ്സ് അവർക്ക് ഉണ്ടാവട്ടെ. ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും തയ്യാറെടുപ്പ് നടത്താം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ മരണപ്പെട്ട ആ സഹോദരന് നിത്യശാന്തി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.